മനസ്സിലായില്ലോ? പഴയ പോലെ കുളിസീനൊന്നും ഇല്ലല്ലോ പൊന്നപ്പൻ ചേട്ടാ. പിള്ളേരൊക്കെ വലുതായി, കുളിപ്പരയിലോട്ട് മാറ്റി. ആ കുന്ത്രാണ്ട് എടുത്തു വെച്ച് നോക്കല്ലേ, നാട്ടുകാർ കണ്ടാ കുളിപ്പിച്ച് കിടത്തി വെള്ളം വിരിക്കും. അത് കുഴിയിലേക്കുള്ള ഡ്രസ്സിംഗ് അല്ലേ? ഓർമ്മിപ്പിച്ചത് നന്നായി. കൊള്ളാം. ദുബായ് ജോസിന് സ്വാഗതം. കാശ് മുടക്കിയാലെന്താ, ചീമിണി ജോസിനുള്ള ഇരട്ടപ്പേര് മാറിക്കിട്ടുമല്ലോ. പേര് മാറിയാലും പേര് ദോഷം മാറത്തില്ലല്ലോ. മാറും. പണത്തിന് മീതെ പരന്തും പറക്കില്ല എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കൂടെ നിന്നാ മതി. അത് ഞാൻ ഏറ്റു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴേ അടിച്ചു പൊളിക്കുന്നു. ഓക്കേ. മതി 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 നിർത്ത്. എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഗൾഫിൽ പോയി ഇത്തിരി കാശുകാരനായെന്ന് വെച്ച് എന്തിനാ ചെണ്ടകൊട്ടും വെടിക്കെട്ടും ഈ മാലയൊക്കെ? ഇതൊന്നും വേണ്ടായിരുന്നു. നീ കാശുമായി വരുമ്പോ നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം? കൊണത്താപ്പറമ്പിൽ ജോസ് സ്വീകരണ കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ബില്ലിന്റെ രസീത് എന്റെ കൈവശം തന്നെ ഉണ്ട്. പിന്നെ മേളക്കാർക്കുള്ള കാശ് എവന്റെ വീട്ടിൽ ചെന്ന് അമ്മച്ചിരുന്ന് വാങ്ങിച്ചോ. എന്നാലും എന്റെ പഹയ നിനക്ക് വരാൻ തോന്നിയല്ല. എങ്ങനെ വരാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് മരിക്കുന്ന അമ്മ ഫോൺ വിളിയോട് വിളിയില്ലേ? ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ 2 മാസം ലീവ് എടുത്ത് വന്നിരിക്കുക. നാളെ മുതൽ പെണ്ണ് കാണാൻ തുടങ്ങുന്നു. ആ കണ്ണാടി എന്തിനാ തലേ വെച്ചിരിക്കും? തലേ വെക്കുന്ന കണ്ണാടിയാ. വേണമെങ്കിൽ മൂത്തും വയ്ക്കാം. സുലൈമാന്റെ ഒരു സുലൈമാനി എടുക്കട്ടെ? വേണ്ടിക്കാ വേണ്ട. കാലത്തെ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ വിചാരവാ. നല്ല മൂത്ത കള്ളും മീനും കപ്പയും. എന്ത് രസവാ പൊന്നപ്പച്ചേട്ടാ. എല്ലാരെയും വിളിച്ചോ. ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ. ഒന്ന് കൊഴുക്കട്ടെ. ജോസഫി ഇത്തവണ കണ്ടോ ഇത് 12 തന്നെ. 12 ഇട്ടില്ലെങ്കിൽ അങ്ങനെ അവൻ പകിടെറിഞ്ഞ് പിടിക്കുന്നു. ഇടി തുടങ്ങാനാ. മുടക്കണ്ട. കൊള്ളാ. നീയോടാ ആണ്. ഞാൻ ജോസ്. വെറും ജോസ് അല്ല, ദുബായ് ജോസ്. ഇത് പകിട. പേര് സുരേന്ദ്രൻ. പക്ഷെ ആരും സുരേന്ദ്രൻ എന്ന് വിളിക്കാറില്ല. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. ഇനി 2 മാസം ഞാൻ ഫ്രീയാ. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് കൂടിയാലോ വില പൊന്നപ്പൻ ചേട്ടാ? പിന്നെ നിനക്കെന്താ? കള്ളു കുടിക്കണം, താറാവിനെ തിന്നണം, പകിട് കളിക്കണം. അക്കാര്യം ജോസ് ഏറ്റു അല്ലേ? ജോസ് പോകുന്നവരെ നീ ജോസിന്റെ കൂടെ കുടിക്കോ? അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. ഇതാ മുത്തു കൂടെ പിടിച്ചോ. ചെണ്ടച്ചേട്ടന്മാരെ കൂടെ കുടിക്കോ. ഭാസ്കര, ജോസ് അല്ല കെട്ട് കഴിഞ്ഞു വരിക. കെട്ട് കഴിഞ്ഞല്ലോ ജട്ടിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക. നീ ആളങ്ങ് മാറി പോയല്ലോടാ ചീങ്കണ്ണി. ഇപ്പൊ പേര് മാറ്റി. ജോസ്, ദുബായ് ജോസ്. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ. ഒരു 5-6 കരിമീനെടുത്ത് പൊള്ളിക്ക്. 5-6 കരിമീനൊന്നും പോരാ, ഒരു 10-60 ജനം വേണം. പുറകെ ഒരു ടീം വരുന്നുണ്ട്. അതിനെന്താ? ഇളവനോ മൂത്തോ? ഇന്ന് മൂത്തത് താറാവും. ആയിക്കോട്ടെ എടിയേ, 5-6 താറാവും കൂടെ വെളിക്കിരി. അയ്യോ ഇപ്പൊ കഴിഞ്ഞതാ. അയ്യേ അതല്ല പറഞ്ഞു, പുറത്തോട്ടിരിക്കും. അത് ശരി. എന്നതാ വള്ളംകളി കമ്മിറ്റിയാന്നോ? ഏയ്, ഷാപ്പ് കവച്ചു വെക്കണ ശരിയല്ലാത്തതുകൊണ്ട് 2 ഗ്ലാസ് വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ. അറിയത്തില്ലയോ കൊണത്താപ്പറമ്പിൽ ജോസ്? പിന്നെ ഇത് നല്ല കളി. ഇയാള് പണ്ടെന്റെ ചെവിക്കെല്ലാം തന്നതാ. ഇയാളുടെ ഭാര്യയെ കളിയാക്കിയാണ്. പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്ക് ജോസ്. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ജോസ് വന്ന സമയം ശരിയല്ല അല്ലേ പൊന്നപ്പ? ഇനിയിപ്പൊ ജോസുമായിട്ടൊന്ന് അടിക്കണമെന്ന് വെച്ചാൽ തന്നെ ഈ വള്ളങ്ങളുടെ തിരക്കിനിടയിൽ അതിനൊക്കെ എപ്പ സമയം കിട്ടാൻ? അതിനുള്ള സമയമൊക്കെ ജോസ് ഉണ്ടാക്കിക്കോളൂ. ഞാനും കൂടി അങ്ങ് കൂടിക്കോളാം. അപ്പൊ ഈ വെള്ളംകളിയും വള്ളംകളിയൊക്കെ ഒരുമിച്ചാകാലോ. ഹായ്, നല്ല കരിമീൻ. മൊത്തത്തിൽ എത്ര വില വരും? തങ്കമ്മയ്ക്കാണോ? വില പറയാൻ വന്നിരിക്കുന്നത് ഇപ്പൊ മൊത്തമല്ല, ചില്ലറയാ. വെട്ടിക്കണ്ടിച്ച് വിഴുങ്ങുന്ന കാര്യം ഓർത്തുള്ള ചിരിയായിരിക്കും. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാര്യം ഓർത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. പൊന്നപ്പേട്ടാ, വൈകിട്ട് 4-ന് പമ്പിനടുത്ത് തെങ്ങൻചോട്ടി കാണണം. എന്തിനാ? തേങ്ങ ഇടാനാണോ? അപ്പൊ കമ്മിറ്റിയുടെ കാര്യം മറന്നോ? മഹിളാജാതിയുടെ വരവ് ചെലവ് കണക്ക് ഇന്നത്തെ കമ്മിറ്റി വെക്കണം. ബാക്കി കാശം മറക്കരുത്. അങ്ങനെ ആ കമ്മിറ്റിയും തീർന്നു. പൊന്നപ്പൻ ചേട്ടോ, കുമ്പസാരിച്ചില്ലേ? ഓ
അവിടെ പാപികളുടെ ഭയങ്കര തിരക്ക്. ദുബായിക്ക് തിരിച്ചു വന്നേരത്തെ എല്ലാ പോക്കറ്റിനും ഒരുമിച്ച് പറയാന്ന് വെച്ച്. പൊന്നപ്പൻ ചേട്ടാ, ഏതാ വരുന്ന പീസ്? അത് ആന്റപ്പന്റെ മൂത്ത മോള ഡെയ്സി, അതിന്റെ താഴെ സൂസി, മൂന്നാമത്തത് ജെൻസി, ഏറ്റവും ഇളയത് ലൂസി. ഒരാങ്കൊച്ചിനെ തപ്പി തപ്പി പോയതാ, മഹിളാ ജാഥയായപ്പം നിർത്തി. എന്താ ജോസേ, കുർബാനയ്ക്ക് അമ്മച്ചി വന്നില്ലേ? ഓ, ഞാൻ വന്നേ പിന്നെ അമ്മച്ചിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരവേ ഇല്ല. വൈകിട്ട് വരും. കെട്ടിച്ചു കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടോ? ദൈവമേ, പെണ്ണ് കാണാൻ മാമാങ്ക ഇതോടെ അവസാനിക്കോ? ആ കെയർ ഓഫ് അത്യാവശ്യം 4 നേരം പുട്ടടിച്ചോണ്ടിരിക്കുക. ഇതൊന്നും നടത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് പുട്ടടിയാ. താറാവും വേണം. പിന്നെന്താ? കാശില്ലാഞ്ഞിട്ട് കെട്ടിക്കാണ്ടിരിക്കുക. പണത്തിന് മേൽ പരുന്ത് മാത്രമല്ലടോ, ആന്റപ്പനും പറക്കുകയല്ല. താറാവണോ? തീരുമ്പോ പറഞ്ഞാ മതി, കൊണ്ടുവരാം. അയ്യോ ചോദിക്കണ്ട, തീരുമ്പോ അമ്മച്ചി കൊണ്ടൊന്ന് മറിച്ചാ മതി. ഈ കൊച്ചിത്രസ്യാണ് നിർബന്ധം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ക്രോണിക് ബാച്ചുലറായിട്ട് ജീവിച്ചു തീർന്നേനെ. ഓ, അതിന്റെ ഒരു സുഖം. അത് പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവാത്ത. അതെ 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 അതെ, അത് ഞങ്ങള് കണ്ടതാ. പള്ളി വെച്ച് കണ്ടപ്പോഴേ ഒരു തട്ടലും അതൊക്കെ ഒന്ന് തുടങ്ങി വെച്ചതല്ലേ. പൊന്നപ്പാ, ഡെയ്സി ആയിരിക്കും. ഹലോ ജോസാ, വെക്കാം. ശരി 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 ശരി, ഓക്കെ. ആ കുട്ടനാട് കേബിൾ വിഷനിന്നാ വള്ളംകളെ പറ്റി എന്തോ വാർത്തയുണ്ടെന്ന്. പൊന്നപ്പാ. ഹലോ ഡേസിയാ, നിന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്തതേ ഉള്ളൂ. മോളെ KCB വെച്ചേ, മിക്കവാറും TV കാണാം. ഓക്കെ ബൈ. ഔസേപ്പിന്റെ മകനുമായ ദുബായ് ജോസിന്റെ വിവാഹം നടക്കാനിരിക്കെ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി. ദുബായിൽ ജോസിന്റെ അയൽവാസിയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ജോസും ഞാനും ദുബായിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. 6 മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി. ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോനുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂരുള്ളതാ രജനി, നല്ല സെറ്റപ്പാ. ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. അയ്യോ ഈ പെണ്ണുങ്ങളെ ഞാൻ മനസ്സിലാവാതെ അറിഞ്ഞ കാര്യമല്ല. എന്തൊരു കഷ്ടമായത്. ഇതുങ്ങളും ചാടും. അടിക്കരുത്. അയ്യോ, പാടത്ത് ഞാറ് നേടാൻ മാത്രമല്ല വരമ്പത്തൂടെ ഓടാനും നിങ്ങൾക്ക് അറിയാമല്ലോ ഈശ്വര. അയ്യോ അയ്യോ, എന്നെ ചതിക്കില്ല. ഈ കിട്ടിയതൊക്കെ ഇവളമാരെടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ തല്ലിന്ന് ചീത്തപ്പേരി നീ ഉണ്ടാക്കി വെക്കരുത്. അല്ലേ, നിനക്ക് ഈ വിപ്ലവ വീര്യം പറഞ്ഞത് ഞാനാ. തിരിഞ്ഞുപോടി. തന്നെ കൊണ്ട് നിങ്ങൾ പോകും. ഇറങ്ങണോ? ഇറങ്ങി വരാനാ പറഞ്ഞത്. നിങ്ങൾ താഴെ പൊന്നപ്പോ മോളില്. ഇതെന്ത് കമ്മിറ്റി? ഇത് നിങ്ങളായിട്ട കമ്മിറ്റി എന്തോന്നാണ്? അല്ല സാറേ, ഉണ്ടായിരുന്ന കമ്മിറ്റിയൊക്കെ പൊളിഞ്ഞതിന്റെയാ. എവളുമാരെ ഒന്ന് പറഞ്ഞയക്കൂ, എന്നെ രക്ഷിക്കൂ. ഞങ്ങൾ താഴെ ഇറക്കത്തില്ല ആശാനെ. ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതേ ഇവിടുത്തെ പെണ്ണുങ്ങളാ. എന്നിട്ട് ഇയാൾ ഈ കരയിൽ ഒരു പെണ്ണിന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. അങ്ങനെ പറയരുത് രഹസ്യ. ആ തന്തയ്ക്ക് പറക്കാത്തവന് ദുബായിൽ വേറൊരു ഭാര്യയും കൊച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ ആന്റെ പെണ്ണ് പൊര നിറഞ്ഞിരിക്കുന്ന 4 പെണ്ണുങ്ങളാ. ഒരെണ്ണമെങ്കിലും കെട്ടിപ്പോട്ടെ എന്ന് ഞാൻ കരുതി. വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി. ഞാനിനി എന്നാ ചെയ്യൂ ആശാൻ? അയ്യോ, ആശാൻ പറഞ്ഞാ ഇവര് പോവും. ഒന്ന് പറയൂ ആശാനെ. തൽക്കാലം നിങ്ങൾ പിരിഞ്ഞു പോകും. അടി കൊടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ ആശാൻ ഉള്ളവനെ കൊണ്ട് ഇല്ലാത്തവൻ ജീവിക്കുക എന്ന പൊളിറ്റിക്കൽ പോളിസിയുടെ പുറത്ത് അവന്റെ പുറകെ പോയതാ. ആശാൻ ക്ഷമിക്കേ. ദുബായ് ജോസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു. ബെന്നി എടുക്കടാ, വാ. നീ ഷൂട്ട് ചെയ്തോടാ.
പക്ഷെ ഞാൻ തിരിച്ചു അങ്ങോട്ട് കേറടാ. ബെന്നി